والصلاة والسلام على أشرف الخلق رسول الله أما بعد ബഹുമാന്യരായ നേതാക്കളെ, ശ്രോതാക്കളെ, സഹപാഠികളെ, അസ്സലാമു അലൈക്കും. നവങ്ങളായ വൈവിധ്യമാർന്ന കാലിക വിഷയങ്ങൾ അപഗ്രഥിക്കുന്ന ഈ വേദിയിലെ ഞാൻ ചർച്ചക്കെടുത്ത വിഷയം വിശുദ്ധ വ്യക്തിയിലും സമൂഹത്തിലും എന്നതാണ്. സഹോദരന്മാരെ, ഈ പ്രപഞ്ചത്തിൽ ഒരു ചെറുകാലമായ ഭൂമി അല്ലാഹുവിന്റെ പ്രതിനിധിയായിട്ടാണ് മാനവകുലത്തെ അല്ലാഹു നിശ്ചയിച്ചത്. അനന്തകോടി ജീവജാലങ്ങളിൽ നിന്ന് ഈ മഹാസ്ഥാനത്തിന് അല്ലാഹു തെരഞ്ഞെടുത്ത മനുഷ്യകുലത്തെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഭൂഗോളം അഖിലം നിലകൊള്ളുന്നത് മനുഷ്യന് വേണ്ടിയാണ്. എന്നാൽ മനുഷ്യൻ അല്ലാഹുവിന് വേണ്ടി മാത്രം. എന്നാൽ അവന്റെ വ്യക്തിത്വത്തിന് പ്രവർത്തനം അവന് ഭൂഷണമല്ല. ഈ ലക്ഷ്യത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് ആദിമ മനുഷ്യനെ പ്രവാചകനായി തന്നെ അല്ലാഹു ഭൂമിയിൽ ഇറക്കിയത്. ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ എന്ന ഖുർആൻ വചനം സൂചിപ്പിക്കുന്നതും ഇത് തന്നെയാണ്. പക്ഷേ മനുഷ്യൻ ഇന്ന് അവന്റെ സഞ്ചാരപഥം മറന്നിരിക്കുന്നു, ദിശബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ എന്നത് കിട്ടാതെയായിരിക്കുകയാണ്. വിശുദ്ധം എന്നേക്കുമായി ചോർന്നൊലിക്കുകയാണ്. വ്യക്തിത്വങ്ങളുടെ കൂട്ടായ്മയായ സമൂഹം പിന്നെ എങ്ങനെയാണ് വിശുദ്ധമാവുക? അതുകൊണ്ട് മുസൽമാൻ, നീ ചിന്തിക്കുക. 63 കൊല്ലം വിശുദ്ധരിൽ വിശുദ്ധരായി ജീവിതം നയിച്ച മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃകാലം ലംഘിക്കാതെ നിനക്കൊരിക്കലും രക്ഷയില്ല. ടൂറിസ്റ്റിന്റെ പേരിലും വിനോദത്തിന്റെ പേരിലും കടൽ തീരങ്ങളെ മലിനമാക്കിയപ്പോൾ ആർത്തുലച്ചു വന്ന സുനാമി തിരമാലകളെ കൊണ്ട് നിന്നെ പാഠം പഠിപ്പിക്കാൻ റബ്ബിന് കഴിയുമെന്ന് നീ വിസ്മരിക്കേണ്ട. മാനവലോകമെന്ന പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് വാണം വിട്ട പോലെ കുതിച്ചേറുമ്പോൾ സാംസ്കാരികമായും വ്യക്തിപരമായും അശ്ലീലയുടെ ആഘാതഘട്ടത്തിലേക്ക് കുർബതിക്കുകയാണ്. പാടുകളും പീറുകളും ഒരു വശത്ത്, വാണിഭവും പീഡനവും മറുവശത്ത്. എന്തെല്ലാം നാം കാണണം, എന്തെല്ലാം നാം കേൾക്കണം. നിങ്ങൾ വിശുദ്ധ ഖുർആൻ പ്രഖ്യാപനം ശ്രവിച്ചിട്ടുണ്ടോ? സ്വന്തം ശരീരത്തെ പരിശുദ്ധമാക്കിയവൻ വിജയിച്ചിരിക്കുന്നു. എത്ര അർത്ഥമായ വാക്കുകളാണിത്. നോക്കൂ, ബാങ്കുകാർ, കള്ളനോട്ടിനാൽ, മോഷണക്കുറ്റത്തിൽ, പീഡനക്കുറ്റത്തിൽ എല്ലാം മുസ്ലിങ്ങളും അവരുടെ ഇഷ്ടകണക്ക് തന്നെ സമ്പൂർണ്ണാടിസ്ഥാനത്തിൽ തന്നെ പാലിച്ചു വരുന്നില്ല. ഇനി എന്തിനാണ് നമുക്കൊരു കമ്മീഷൻ റിപ്പോർട്ട്? റോഡെല്ലാം പൊളിച്ചു നാറുകയാണ്. പടവും ഫിലിമും ബ്രോഷറുകളും ഏതെല്ലാം ആഗോള വിശുദ്ധിയുടെ പ്രധാന കേന്ദ്രമായ മദീനയിലെ റൗളയിൽ വിശ്രമിക്കുന്ന
പ്രസംഗത്തിന് ഇവിടെ വിരാമം കുറിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.